എസ് ശ്യാംകുമാർ തുടരുന്നുണ്ട്. ശ്യാം, വളരെ നിർണായകമായ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഈ CCTV ദൃശ്യങ്ങൾ തന്നെയാണ്. നമ്മളിപ്പോൾ പ്രേക്ഷകർ തുടർച്ചയായി കാണിക്കുന്ന ഈ ദൃശ്യത്തിൽ കുഞ്ഞിൻ്റെ അമ്മ കല്യാണി എന്ന ഈ 3 വയസ്സുകാരിയെ എടുത്ത് നടക്കുന്ന ദൃശ്യമാണ്. ഇത് അതിനുശേഷം ഇത് തിരുവാങ്കുളത്തുള്ള ദൃശ്യമാണെന്നാണ് നേരത്തെ ഇത് അയച്ചതെന്നയാൾ പറഞ്ഞത്. അതിന് ശേഷം മറ്റ് ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് എന്ന വാർത്ത കൂടി നേരത്തെ വന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതിൽ എന്തെങ്കിലും ഹിന്റുകൾ, എന്തെങ്കിലും സൂചനകൾ ഉണ്ടോ? പ്രജിൻ, ഒട്ടും സുഖകരമല്ലാത്ത ഒരു വാർത്ത, അതൊട്ടും ഒരിക്കലും ശരിയല്ലാതായിരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ പറയുന്നു. കുട്ടിയുടെ അമ്മ കൊടുത്തൊരു മൊഴിയുടെ വിശദാംശമാണ് ഇപ്പോൾ നമ്മൾ പങ്കുവെക്കുന്നത്. അത് മൂഴിക്കുളത്ത് കുട്ടിയെ പുഴയിലേക്ക് തള്ളിയിട്ടു എന്നുള്ളതാണ് അമ്മ ഇപ്പോൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. നേരത്തെയും ഇത്തരത്തിൽ പലതരത്തിൽ മൊഴി മാറ്റിപ്പറഞ്ഞ ഒരു സ്ത്രീയുടെ മൊഴിയായി മാത്രം പോലീസ് ഇതിനെ കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഫയർഫോഴ്സിനോട് പുഴയിലിറങ്ങി തിരച്ചിൽ നടത്താനുള്ള സഹായം നൽകണമെന്ന് പോലീസ് അഭ്യർത്ഥിച്ചിരിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് അങ്കമാലിയിൽ നിന്ന് ഫയർഫോഴ്സ് സംഘം അങ്ങോട്ട് എത്തുന്നത് എന്നുള്ളത് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഈ മൊഴി കള്ളമായിരിക്കട്ടെ, അവർ നേരത്തെ നൽകിയ പല മൊഴികൾ പോലെ വൈരുദ്ധ്യമുള്ള ഒരു മൊഴി മാത്രമായി മാറട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോഴും ഇത്തരത്തിലൊരു മൊഴിയെ കേന്ദ്രീകരിച്ച് പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നു. ആ പുഴയിൽ തിരച്ചിൽ നടത്താൻ ഫയർഫോഴ്സിന്റെ സഹായം പോലീസ് ഇപ്പോൾ അഭ്യർത്ഥിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വിവരം നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നു. ആ രീതിയിലുള്ള ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പക്ഷേ നമ്മൾ ഇപ്പോഴും മാനസികമായി ആഗ്രഹിക്കുന്നു അത്തരത്തിൽ ഒരു മൊഴി തെറ്റായിരിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കുട്ടിയുടെ അമ്മയുടെ മൊഴികളിൽ പരസ്പര വിരുദ്ധമായ നിരവധി കാര്യങ്ങൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു തെറ്റായ വിവരം മാത്രമായിരിക്കട്ടെ ഇത്, ആ കുഞ്ഞ് സുരക്ഷിതയായി ഇരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുമ്പോഴും അവർ നൽകിയൊരു മൊഴിയാണിത്. മൂഴിക്കുളത്ത് കുട്ടിയെ പുഴയിലേക്ക് തള്ളിയിട്ടു എന്നുള്ള ഒരു മൊഴി കുട്ടിയുടെ അമ്മ നൽകിയിരിക്കുന്നു. നിർണായകമായ ഒരു വിവരമാണ് പോലീസിനെ സംബന്ധിച്ച്. പക്ഷെ അത് തെറ്റായിരിക്കട്ടെ എന്ന് പോലീസും നാടും നമ്മളുമൊക്കെ ആഗ്രഹിക്കുന്നു. പക്ഷേ ആ വിവരം തെറ്റാണെന്ന് ഉറപ്പിക്കുന്നതിന് അവിടെ ഫയർഫോഴ്സിന്റെ സേവനം പോലീസ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നു. അതിനുവേണ്ടിയാണ് അങ്കമാലിയിൽ നിന്ന് ഫയർഫോഴ്സ് സംഘം ഇപ്പോൾ അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. മൂഴിക്കുളം പാലത്തിന്റെ മുകളിൽ നിന്ന് കുഞ്ഞിനെ താഴേക്കിട്ടു എന്നുള്ളൊരു മൊഴി തന്നെയാണ് നൽകുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പെരിയാറിലും പോലീസിന്റെ പരിശോധന നടക്കുന്നത്. ഏതായാലും ഈ മൊഴി തെറ്റാകട്ടെ എന്ന് നമ്മൾ ആവർത്തിച്ച് പറയുമ്പോഴും പോലീസിന് ആ മൊഴിയുടെ സാധുത പരിശോധിച്ചേ തീരൂ എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് സംഘം ഫയർഫോഴ്സിന്റെ സഹായം ഇപ്പോൾ തേടിയിരിക്കുന്നത്. നിലവിൽ പെരിയാറിന് സമീപത്തെ കുട്ടിവനത്തിൽ ഉൾപ്പെടെ പോലീസിന്റെ സംഘം പരിശോധന നടത്തുന്നുണ്ട്. അതിനിടയിലാണ് മൂഴിക്കുളത്ത് കുട്ടിയെ പുഴയിലേക്ക് എറിഞ്ഞു എന്നുള്ള ഒരു മൊഴി അമ്മയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. മഴയും കാറ്റും പെരിയാറിലെ തിരച്ചിലിന് വലിയ തടസ്സം പോലീസിന് സൃഷ്ടിക്കുന്നുണ്ട്. അതിനിടയിലാണ് പോലീസ് ആ കുട്ടിവനം, അത് പെരിയാറിലൂടെ പോകേണ്ട ഒരു ഭാഗമാണ്, അവിടേക്ക് വളരെ സാഹസികമായി തന്നെ പോലീസ് സംഘം ഇപ്പോൾ പരിശോധനയ്ക്കായി കയറിയിരിക്കുന്നത്. ഏതായാലും അമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് സംഘം ഇപ്പോൾ പരിശോധനകൾ തുടരുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഫയർഫോഴ്സിനെ ഇപ്പോൾ പോലീസ് സഹായത്തിനായി വിളിച്ചു വരുത്തിയിരിക്കുന്നത്. പ്രാദേശിക നീന്തൽ സംഘങ്ങളുടെ സഹായം പോലീസ് തേടിയിരിക്കുന്നു. പെരിയാർ കേന്ദ്രീകരിച്ച് നിരവധി സംഘങ്ങൾ ഇത്തരത്തിലുണ്ട്. അവർ പലതവണ പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും ഒക്കെ സഹായത്തിന് എത്തിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രാദേശിക നീന്തൽ സംഘങ്ങളുടെ സഹായം പോലീസ് ഇപ്പോൾ തേടിയിരിക്കുന്നത്. ആലുവയുടെ പെരിയാറിന്റെ പല ഭാഗങ്ങളിൽ തിരച്ചിൽ നടത്തുന്നതിനാണ്. പക്ഷേ ഈ രാത്രി ശക്തമായ മഴയും കാറ്റുമുള്ളപ്പോൾ പെരിയാറിലെ തിരച്ചിൽ എത്രത്തോളം പ്രായോഗികമാകും എന്നുള്ളത് നമുക്കും ഒരു സംശയത്തോടെ മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. ഏതായാലും നിലവിൽ ഇപ്പോൾ പോലീസ് ഫയർഫോഴ്സിന്റെ സേവനം, സ്കൂബ ടീമിന്റെ സേവനം തേടിയിരിക്കുന്നത് ഇപ്പോൾ പെരിയാറിലെ തിരച്ചിലിന് വേണ്ടിയാണ്. അത് മൂഴിക്കുളം പാലത്തിൽ നിന്ന് കുട്ടിയെ പുഴയിലേക്ക് തള്ളിയിട്ടു എന്ന അമ്മയുടെ മൊഴിയിൽ വസ്തുതയുണ്ടോ എന്ന പരിശോധനയ്ക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഫയർഫോഴ്സിന്റെ സേവനം പോലീസ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രജിൻ.